ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. എല്ലാവർക്കും നല്ല ദിനങ്ങൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഞാൻ സാധാരണ പറയുന്ന പോലെ ഇന്ന് ഞാൻ മാത്രമുള്ളൂ, എൻ്റെ വൈഫില്ല. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജോലി സംബന്ധപരമായിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ലോങ് ട്രിപ്പ് പോവാണ്. 1500 കിലോമീറ്റർ സലാല. ഞാൻ വീണ്ടും സലാല എന്ന് തന്നെ പറയാം. ഞാൻ കഴിഞ്ഞ മാസം പോയെന്നുള്ളൂ. എല്ലാ മാസം കൂടുമ്പോൾ ഒരു ട്രിപ്പ് പോകാറുണ്ട്. അതൊരു 6 ദിവസത്തെ ജേണിയാണ്. അപ്പോൾ എനിക്ക് ഒരു സന്തോഷ വാർത്ത കൂടി അറിയാനുള്ളത്, എൻ്റെ ഈ പുതുവർഷത്തിൽ എൻ്റെ നൂറാമത്തെ വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ ഈ ട്രക്കിംഗ് വീഡിയോ അടക്കം 100ാമത്തെ വീഡിയോ ആണ്. ഇപ്പോൾ 99 അതൊക്കെ. ആ ഒരു പുതുദിനത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ എന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത അവർ ജേണി വ്ളോഗിനെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബിനും മറ്റുള്ളവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് അപ്പം എൻ്റെ യാത്ര തുടരട്ടെ. നമ്മളീ പോകുന്ന റോഡ് ദുബായ് ഹത്ത, അതായത് ഒമാനിലേക്ക് പോകുന്ന റോഡാണ്. പുതിയ റോഡാണ് ഇത്. 1 വർഷത്തിൻ്റെ മേലായി പണി കഴിച്ച് ഓപ്പണായിട്ട്. ഇത് വലിയ മലകളൊക്കെ വെട്ടിപ്പൊളിച്ചുണ്ടാക്കിയ റോഡാണ്. മൂന്ന് മണിക്കൂറിന് ശേഷം അങ്ങനെ ഞാൻ ഹത്തയിലെത്തി. കണ്ടില്ലേ, നേരെ കണ്ട ഒരു കുഞ്ഞൊരു ഗ്രാമം കണ്ടില്ലേ. ഇവിടെ കറിബിൾ താമസിക്കുന്ന ചെറിയ ഫാമൊക്കെ ആയിട്ട് കുറേ മരങ്ങളൊക്കെ കണ്ടില്ലേ. ദൂരെ മലയുടെ മുകളിൽ ഹത്താന്ന് എഴുതിയിട്ടുണ്ട്. രാത്രി നല്ല രസമായിരിക്കും. കണ്ടില്ലേ, ഹത്താന്ന് എഴുതിച്ചല്ലേ, വൈറ്റ് കളറിൽ. രാത്രി നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇവിടെ ഞാൻ നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ക്ലിയറൻസ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് ക്ലിയറൻസ് കഴിഞ്ഞു, അത് കളക്ട് ചെയ്തു. അപ്പോൾ ഇനി ഇവിടുന്ന് വിടാൻ നിൽക്കുകയാണ്. ഇവിടെ തന്നെ ഏകദേശം UAE ബോർഡറിലേക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ദൂരമുണ്ട്. അത് കഴിഞ്ഞ് ഒമാൻ ബോർഡർ, വജാജ എന്നാണ് പേര്. പിന്നെ ഞങ്ങളുടെ കമ്പനി ഇതേപോലത്തെ ഒരു പേപ്പറുണ്ട്. അതായത് ഇത് ജേണി പ്ലാൻ എന്ന് പറയും. ജേണി പ്ലാൻ ഇത് നമുക്ക് ഫോളോ ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, ഔട്ട് ആവുന്ന സമയമൊക്കെ ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. 4 മണിക്കൂർ കൂടുമ്പോൾ അരമണിക്കൂർ വണ്ടി നിർത്തണം. അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പോൾ 15 മിനിറ്റ്. അത് നമുക്ക് എങ്ങനെ വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടം പോലെ. അതിൻ്റെ ഇടയ്ക്ക് നിർത്താണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മസ്റ്റായിട്ട് റെസ്റ്റ് ചെയ്യേണ്ട സമയങ്ങളാണ് കമ്പനി പറയണത്. ഈ കാണുന്നതാണ് ഹത്ത ഡാം. വെള്ളച്ചാട്ടമില്ല, വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളം ചാടില്ല. അങ്ങോട്ട് കണ്ടില്ലേ, ആൾക്കാരൊക്കെ ന്യൂ ഇയർ ആയിട്ട് അവിടെ കാണാൻ നിൽക്കുന്നുണ്ട്. ഇതാണ് ഹത്ത ഡാം. UAE ബോർഡർ, ഹത്ത ബോർഡർ ക്രോസ് ചെയ്ത് ഞാൻ ഒമാൻ്റെ ബോർഡറിലേക്ക് എത്തി. ഈ ഒമാൻ്റെ ബോർഡറിൻ്റെ പേര് വജാജ ബോർഡർ എന്നാണ് കേട്ടോ. ഈ ബോർഡറിന് ചുറ്റും കംപ്ലീറ്റ് മലകളാണ്. കണ്ടില്ലേ, കംപ്ലീറ്റ് മലകളാണ്. അവിടെ കുറച്ച് എനിക്ക് ഡോക്യുമെൻസിൻ്റെ കുറച്ച് പണികളുണ്ട്. കസ്റ്റംസ് ക്ലിയറൻസ്, ഇമിഗ്രേഷൻ, അതൊക്കെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി, വജാജ ബോർഡറിൽ പുറത്തിറങ്ങിയപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കസ്റ്റംസിൽ പെട്ടെന്നെ. പക്ഷേ ഇവിടെ വീഡിയോ എടുക്കുന്ന വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വെറുതെ വീഡിയോ എടുക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ, മഴക്കാലം മീൻസ് ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിൽ കാണാണ്ടില്ല, താഴ്ന്ന ഭാഗത്ത് നിറഞ്ഞു വെള്ളം പോകും. ഇത് ഇവിടെ ദുബായിൽ നിന്ന് ഈ ഹത്ത ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലിങ്ങനെ ഒലിച്ചു പോകും. ശരിക്കും ആണെങ്കിൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വലിയൊരു നദിയായിട്ട് തോന്നുന്നു. കണ്ടില്ലേ, ഭയങ്കര താഴ്ചയല്ല. ഞാൻ റൈറ്റ് സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തി മാത്രമേ ഉള്ളൂ. ചുറ്റും മലകളാണ്. ഈ ഒമാൻ്റെ ഈ ബോർഡിൻ്റെ വജാജ ബോർഡിൻ്റെ ചുറ്റും മലകളാണ്. ഞാനിവിടുന്ന് എനിക്ക് 1300 കിലോമീറ്റർ ഉണ്ട് ഇനി സലാല സീ പോർട്ടിലേക്ക്. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് വണ്ടി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴി 4 മണിക്കൂർ ഡ്രൈവ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. കാരണം സേഫായ ഒരു സ്ഥലത്ത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് 12 മണിക്കൂർ ഡ്യൂട്ടി, അതിന് മുകളിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ജേണി പ്ലാനിലേക്ക് നമ്മൾ മെസ്സേജ് ചെയ്യണം. അങ്ങനെ വണ്ടി പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വണ്ടി കുറച്ചുകൂടി ഓടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നേ വണ്ടി സ്റ്റോപ്പ് ചെയ്യാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ നിർത്തി ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കാതെ പിന്നെ ബാക്കി വണ്ടി രാവിലെ 10 മണിക്കൂർ റെസ്റ്റ് എടുത്ത ശേഷം രാവിലെ എണിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഇന്ന് എൻ്റെ 2ാം ദിവസമാണ്. നാളെ ഓൾമോസ്റ്റ് ഈവനിങ് ആകുമ്പോൾ ഞാൻ സലാലെത്തും. ഇന്നലെ രാത്രി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, രാത്രി ഒരു 12 മണിയായപ്പോൾ ഞാൻ വണ്ടി ഹാൾട്ട് ചെയ്തു. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങി ഫ്രഷായി. ഇനി വാഷ്റൂം പോകണം. വീണ്ടും എൻ്റെ യാത്ര തുടരും.
വാഷ്റൂമൊക്കെ പോയി വന്ന് അങ്ങനെ ഞാൻ ഒരു ഹോട്ടലിൻ്റെ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നേക്കാൾ ഇന്നലെ രാത്രി വണ്ടി സ്റ്റേ ചെയ്ത് ഇവിടെ 3 പാകിസ്ഥാൻ ഹോട്ടലുണ്ട്. നമ്മുടെ മലയാളി ഹോട്ടലൊക്കെ കുറേ ഭാഗത്ത് പാകിസ്ഥാൻ ഹോട്ടൽ, ടയർ ഷോപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വലിയ ഗോതമ്പിൻ്റെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സെയിം സ്വിഫ്റ്റ് കേട്ടോ. എൻ്റെ വണ്ടി ദൂരത്ത് കിടക്കണം. ഞാൻ കഴിഞ്ഞ ട്രിപ്പ് സ്ഥലം കൊണ്ട് അതേ വണ്ടിയാണ് ഇപ്രാവശ്യം കൊടുത്തിട്ട് കേട്ടോ. ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് പോലും പറയാൻ പറ്റില്ല. കണ്ടില്ലേ ഈ 4 ഷോപ്പ് മാത്രമുള്ള ഇവിടുത്തെ ഈ സ്ഥലത്തേക്ക് ഒരു 1100 കിലോമീറ്റർ, ഞാൻ 400 കിലോമീറ്റർ ഓടി ഞാൻ കവർ ചെയ്തു. ഞാൻ ഇന്നലെ രാത്രി ഇവിടുത്തെ വീഡിയോ എടുത്തിരുന്നു. അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു, കാരണം ലൈറ്റൊക്കെ വളരെ കുറവായിരുന്നു. ഇവിടെ 2-3 ഹോട്ടലുകളുണ്ട്, ഒക്കെ പാകിസ്ഥാൻ ഹോട്ടലാണ്, ടയർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളധികം ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല ബ്രേക്ക് ഡൗണും ടയർ പഞ്ചർ അങ്ങനെ എന്തെങ്കിലും സംതിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി രാവിലെ നോക്കുമ്പോൾ എല്ലാം നമുക്കറിയാം. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വണ്ടി വിടാൻ പോവാണ്. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ടുള്ള സ്ഥലം ഗാബ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഭക്ഷണം കഴിച്ച് കുറച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും ഭയങ്കര പൊടിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിക്കാറ്റ്. ചില സമയങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡിൽ ഈ മണല് കൂടി കിടക്കുന്ന കാരണം കാണില്ല. കാരണം ചില സമയങ്ങളിൽ ഭയങ്കര പൊടിക്കാറ്റായിരിക്കും, റോഡിൽ മണ്ണ് നിറഞ്ഞു കിടക്കായിരിക്കും. അടുത്ത് നമ്മൾ ചിലപ്പോൾ നമ്മൾ കാണാം ഭയങ്കര അകലുള്ള സമയങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ മണല് നമ്മൾ കാണില്ല. ഈ അത്രയും പൊടിക്കാറ്റുള്ള സമയത്ത് മണല് ചിലപ്പോൾ റോഡിൽ നിറഞ്ഞു കയറുന്നത് കാണില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി കയറി ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആക്സിഡൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കാറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഡ്രൈവ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 100 മീറ്റർ വരെ 100-150 മീറ്റർ വരെ നമുക്ക് കാണാം. അതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു റോഡിൽ നിറച്ച് മണലാണ്. കണ്ടില്ലേ ഈ റോഡ് റോഡിലെ ഹൈവേയിൽ മണൽ നിറഞ്ഞിട്ട് ഇത് ലോഡർ വന്നിട്ട് കോരി കളയാണ്. എന്നിട്ട് വണ്ടി ഇത് വേറെ ലോക്കൽ ഡ്രൈവേഴ്സിലേക്ക് ഇറക്കി വിട്ടേക്കാണ് തന്നെ. കണ്ടില്ലേ ഇനി എനിക്ക് ആ നേരെ കാണുന്ന ആ റോഡ് വിട്ട് കൂടെ കറങ്ങി ആ റോഡിലേക്ക് കയറണം. ഇവിടെ പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ റോഡിൽ നിറച്ച് മണൽ അറിയും. ഇപ്പോൾ റോഡ് കമ്പ്ലീറ്റ് ക്ലോസ് ആക്കി എടുക്കുക. അവിടെ ഒരു ലോഡർ വന്നിട്ട് മണൽ അവിടെ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ എടുത്തത് മാത്രം. നേരത്തെ പ്രത്യേകിച്ച് ഈ മണലിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. വീണ്ടും 2 മണിക്കൂറിന് ശേഷം ഞാൻ വണ്ടി നിർത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് ഹൈമ എന്നാണ്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഈ സ്ഥലങ്ങൾ കംപ്ലീറ്റ് വെറും മരുഭൂമിയാണ്. 150-200 കിലോമീറ്റർ കൂടുമ്പോൾ 1-2 പെട്രോൾ പമ്പ് കാണും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാണ്ട് നിർത്തിയതാണ്. ഭയങ്കര ക്ഷീണം. ഇതൊരു നല്ലൊരു ചായ കൂടിയാണ്. മുൻവശത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വ്യൂ എന്ന് പറയാനൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് 2 സൈഡിലും മരുഭൂമിയാണ്. 200 കിലോമീറ്റർ അല്ലെങ്കിൽ 150 കിലോമീറ്റർ എത്തുമ്പോൾ നമുക്ക് ഒരു പെട്രോൾ പമ്പ് കാണാം, കുറച്ച് കടകൾ കാണാം. ഇനി സലാല എത്രയാളും കുറച്ച് മുന്നായിട്ട് നമുക്ക് ചെറിയ കുഞ്ഞു ടൗണുകൾ കാണാം. സലാല എത്രയാളും ഒരു 250 കിലോമീറ്റർ മുന്നേ. അതുവരെ ഇത് തന്നെയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഹൈബ. ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഇന്നേക്ക് 3 ദിവസമായി, 3-ാം ദിവസം കേട്ടോ. എനിക്ക് ഇവിടുന്ന് സലാലയ്ക്ക് ഒരു 90 കിലോമീറ്റർ കൂടി ഉണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തുബരിത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ഹാൾട്ട് ചെയ്ത് ഭയങ്കര തണുപ്പായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ വന്ന വെച്ചാൽ അതേപോലെ തന്നെ ഞാൻ കിടന്നു. ഡ്രസ്സ് പോലും മാറിയിട്ട് ഇപ്പം നേരെ മൊത്തം എണീറ്റു. സൂര്യ അങ്ങനെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് സൺഗ്ലാസ് വെച്ചിട്ടില്ല കേട്ടോ. മുഖം പോലും കഴുകിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇവിടുന്ന് വിടാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 90 കിലോമീറ്റർ കൂടിയിട്ട് എനിക്ക് ഇവിടുത്തെ സ്ഥലത്തിലേക്ക് എത്താൻ. എൻ്റെ ഷിപ്പ് ഓൾറെഡി പറത്തേക്ക് മോർണിംഗ് 8:30 പറത്തേക്ക് ആയിട്ട് അതിൻ്റെ രാത്രി പോവും. അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ ഡെലിവറി കൊടുക്കണം. സമയമായിട്ട് ഇന്ന് തന്നെ ഞാൻ തിരിച്ചു വരും. അതാണ് എൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ വിശേഷങ്ങൾ ബാക്കി ഞാൻ സലാല ചെന്ന ശേഷം പറയാം.
ഇന്നലെ രാത്രി വന്ന് ഞാൻ ഈ പെട്രോൾ പമ്പിലാണ് നിർത്തിയത്. ഈ പെട്രോൾ പമ്പിന്റെ പേരാണ് ഒമാൻ ഓയിൽ. റോഡിൽ കണ്ട ഒട്ടങ്ങളാണ് കേട്ടോ. സലാലത്തിനു മുന്നേ റോഡിൽ റൗണ്ട് ഔട്ടിൽ കണ്ടപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. 3 ദിവസം നീണ്ട ലോങ് ജേണിക്ക് ശേഷം 1500 കിലോമീറ്റർ ഞാൻ റൺ ചെയ്ത് സലാല സീ പോർട്ടിലേക്ക് എത്തി. ഈ കാണുന്നതാണ് സലാല സീ പോർട്ട്. ഇവിടെയും കുറച്ച് പരിമിതിയൊക്കെ ഉണ്ട് വീഡിയോ എടുക്കാൻ. ഇപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച ആയതോടുകൂടെ അവരില്ലാത്തതുകൊണ്ട് ഞാൻ ചുളിയിലെടുക്കുള്ളൂ മാത്രം. ഇനി ഞാൻ ഷിപ്പിൻ്റെ അടുത്ത് പോകണം, അവിടെ ഡെലിവറി കൊടുക്കണം. ഈ വർഷം എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം നല്ല ദിവസമായിരുന്നു പറയാൻ കാരണം ഈ വർഷം 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെ നല്ല ദിവസമായിരുന്നു. പിന്നെ ഈ ന്യൂ വർഷ ദിനത്തിൽ എനിക്ക് ജോലിക്ക് വരാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അടിച്ചു പൊളിക്കാൻ പറ്റാത്തതിലെ വിഷമം വേറെ, പക്ഷേ ജോലിക്ക് വന്നതിൽ കൂടുതൽ സന്തോഷം. കാരണം എന്താ വെച്ചാൽ ജോലി ചെയ്താൽ നമ്മളതിൽ ഫണ്ട് ഉണ്ടാവുള്ളൂ. ഫണ്ട് ഇട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. പിന്നെ ഫാമിലിക്കാണ് ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ജോലി എത്രത്തോളം ജോലി ചെയ്താൽ അത്രത്തോളം നല്ലതാണ്. അത്യാവശ്യം റെസ്റ്റ് എടുക്കുന്നുണ്ട്. ജോലി നമുക്ക് കയ്യിൽ ക്യാഷ് വരും. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ സൈഡ് പറയണ്ട, പലരും പല രീതിയായിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും ജോലിക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. ജോലി ചെയ്ത് കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കും. ഇതാണ് പോർട്ടിൻ്റെ ഉൾവശം. ഇവിടെ ക്യാമറകളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുളുവിലാണ് എടുക്കുന്നത്. ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്. ഓക്കെ, സെക്യൂരിറ്റി കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഐഡിയും മേടിച്ച് വയ്ക്കും. ഈ പോർട്ട് ഒരു ഇംഗ്ലീഷ് മൂവിയിലുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മൂവി ആണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ ഡെലിവറി കൊടുക്കാൻ വന്നിട്ടുള്ള ഷിപ്പ് ഇതാണ് കേട്ടോ. ഈ കാണുന്ന സാൻ ഫെർണാണ്ടോ. അത്ര വലിയ ഷിപ്പ് എന്നല്ല, നോർമൽ ഷിപ്പ്. ഈ സീ പോർട്ട് ഉണ്ടല്ലോ, സലാല പോർട്ട്. ഈ സലാല പോർട്ടിൽ ഒരു മൂവി പിടിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് മൂവി. ആ പടത്തിൻ്റെ പേര് ക്യാപ്റ്റൻ ഫിലിപ്പ്. ആ പടം നിങ്ങൾ ആരെങ്കിലും കണ്ടില്ല കേട്ടോ. ക്യാപ്റ്റൻ ഫിലിപ്പ് ബെസ്റ്റ് മൂവി, ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. അത് സോമാലിയൻ കടൽ കൊള്ളക്കാര മൂവിയാണ്. അതൊരു ഷിപ്പ്, ഒരു മദർ ഷിപ്പ് ഹൈജാക്ക് ചെയ്യുന്നതാണ്. ഒമാനിന്ന് വേറൊരു കൺട്രിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പ് സോമാലിയൻ കടൽ കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്യുന്നതാണ്. ആ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിരിക്കട്ടെ. ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. കണ്ടിരുന്ന വലിയൊരു നഷ്ടമാണ്. ചിലർക്ക് ചില ആൾക്കാർക്കൊന്നും അറിയില്ല ഷിപ്പ് എങ്ങനെ ഹൈജാക്ക് ചെയ്യാമെന്നൊന്നും. അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ മൂവി കണ്ടപ്പോഴേക്ക് കറക്റ്റ് മനസ്സിലായത്. അപ്പോൾ ആ മൂവി കണ്ടാൽ കറക്റ്റ് ഷിപ്പ് എങ്ങനെ തട്ടിയെടുക്കുന്നത് അറിയാം. പടത്തിൻ്റെ മൂവി വൺസ് അഗൈൻ റിപ്പീറ്റ്, ക്യാപ്റ്റൻ ഫിലിപ്പ്. ഷിപ്പിലെ ഡെലിവറി എല്ലാം കഴിഞ്ഞ ഡോക്യുമെൻ്റൊക്കെ ഞാൻ കളക്ട് ചെയ്ത് ഞാൻ അവിടുന്ന് വിട്ടു. കാര്യം അവിടുന്ന് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം സെക്യൂരിറ്റികളൊക്കെ വന്നപ്പോൾ ഞാൻ എടുത്തില്ല. ചുള്ളിയിലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അത് കഴിഞ്ഞ് പുറത്ത് വന്ന് അപ്പോൾ സ്ഥിരം വരുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൻ്റെ അവിടെ വന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി വിടാൻ പോവാണ്. കാരണം ഞാൻ രാവിലെ 5:30 വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഒരു 5:30 വരെ ഓടിക്കാം. 12 മണിക്കൂർ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 3/4 മണിക്കൂർ കഷ്ടി വണ്ടി ഓടിക്കാം.
ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന കുറേ മലകൾ കണ്ടില്ലേ, രാത്രി ആകുമ്പോൾ നല്ല രസമാണ്. ഇവിടുത്തെ സീസൺ ആകുമ്പോഴാണ് ഇവിടെ കംപ്ലീറ്റ് പച്ചപ്പ് കാണുക. ഇത് കുറച്ച് ഒരു 10-25 കിലോമീറ്റർ ഹൈ റേഞ്ചാണ്, എയർ പിന്നുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് എടുത്തു മാത്രം വീഡിയോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ എടുത്തിട്ട് കാര്യമില്ല, കാരണം ഇപ്പോൾ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല. രാത്രി നല്ല രസമായിരിക്കും, നല്ല വെളിച്ചമായിരിക്കും ഇവിടെയൊക്കെ. പിന്നെ സീസൺ സമയം പോകുമ്പോൾ നല്ല പച്ചപ്പ് ഉണ്ടാവും, കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വണ്ടി ഹാൾട്ടി തരാം. ശേഷം ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഡീസൽ അടിക്കാൻ നിർത്തിക്കാണ്ട് വണ്ടി. ഞാൻ രാവിലെ 5:30 വണ്ടി സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പോൾ 5:45 കഴിഞ്ഞു. അപ്പോൾ 15 മിനിറ്റ് കൂടുതൽ ഓവർ ഡ്യൂട്ടി ആയ കുഴപ്പമില്ല. അരമണിക്കൂറൊക്കെ മാക്സിമം നമുക്ക് ഓവർ ഡ്യൂട്ടി ആയ കുഴപ്പമില്ല, കാരണം പ്രോപ്പർ പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടി ഡ്രൈവ് എന്ന് പറയാം. അതിൽ കൂടുതൽ ഡ്രൈവ് വേണമെങ്കിൽ നമ്മൾ JMPയിൽ റിപ്പോർട്ട് ചെയ്യണം. മനസ്സിലാവട്ടോ. ഇതാണ് ഒമാൻ ഓയിൽ. ഇനിയിപ്പോൾ നേരെ കാണുന്ന കുറച്ച് വണ്ടികൾ കൊടുത്ത് ഞാൻ പാർക്ക് ചെയ്യും. നാളെ വീണ്ടും ഒരു 6 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബൈ, സീ യു ടുമോറോ. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഇന്നേക്ക് 4-ാം ദിവസമായിട്ടോ ഞാൻ ദുബായിൽ നിന്ന് വിട്ട് സലാല പോയി ലോഡ് ഇറക്കി. ഇന്നേക്ക് 4-ാം ദിവസമായി. ഈ ട്രിപ്പ് ഞാൻ 5 ദിവസം ദുബായിൽ തിരിച്ചെത്തും. നോർമലി എനിക്ക് 6 ദിവസം വരാറുണ്ട്. ഞാൻ പുറത്ത് ഇറങ്ങി വീഡിയോ എടുക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ക്യാബിൻ്റെ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്നത്. ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റു, പക്ഷേ വീണ്ടും ഞാൻ തണുപ്പ് കാരണം വീണ്ടും കിടന്നു. ഒരു 6:30 എണീറ്റു, ഒരു ചായ കുടിച്ച് വിട്ടു. ഇപ്പോൾ വെയിൽ കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തി, പക്ഷെ പുറത്തിറങ്ങി ഭയങ്കര തണുപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അത് സ്റ്റാർട്ടായി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. ഞാൻ ഇപ്പോൾ ഒരു 300 കിലോമീറ്റർ നിർത്തിയിട്ടുള്ള സ്ഥലം അൽ ഹഫ്റ്റൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതിൻ്റെ തൊട്ട് മുന്നിലാണ് ആ ഗസ്റ്റ് ഹൗസിൻ്റെ പേരും അൽ ഹഫ്റ്റൈൻ തന്നെയാണ്. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ദുബായിൽ നിന്ന് സലാലയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ ഫാമിലികൾ, മലയാളി ഫാമിലികളൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ സലാല പോകാറുണ്ട്. അപ്പോൾ ഈ സലാല പോകുന്ന സമയങ്ങളിൽ ഈ വക സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഇവിടെ റൂമിന് ഡബിൾ റൂമിനൊക്കെ 20 ഒമാൻ റിയാലുള്ളൂ. 20 ഒമാൻ റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം UAE ദർഹം 190 രൂപയ്ക്ക് വരും. അതാണ് ഞാൻ വീണ്ടും കുറേ നേരം എടുത്ത് കാണിക്കുന്നത്. ഈ വഴിയിലുള്ള റെസ്റ്റ് ഹൗസുകളൊക്കെ ഇതുപോലത്തെ ചെറുതാണ് കേട്ടോ, വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല, ചെറിയതാണ്. കാരണം ഇതൊരു ഗ്രാമങ്ങൾ പോലുള്ള സ്ഥലമാണ്. ഞാൻ പറയാറുണ്ട് 150-200 കിലോമീറ്റർ വരുമ്പോൾ ചെറിയൊരു പെട്രോൾ പമ്പ് ഉണ്ടാവും. അതുപോലെ ഇതുപോലെ ഹോട്ടല്, റെസ്റ്റ് ഹൗസൊക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ച ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ട് ചേർന്നുള്ളൊരു പെട്രോൾ പമ്പാണ്, ഷെല്ലിൻ്റെ പെട്രോൾ പമ്പ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഒമാനിൽ ഷെല്ലിൻ്റെ പെട്രോൾ പമ്പാണ് കേട്ടോ. ഷെല്ലിൻ്റെയും ഒമാൻ ഓയിൽ, പിന്നെ അൽമഹ, ഈ 3 പെട്രോൾ പമ്പ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സലാലയ്ക്ക് 390 കിലോമീറ്റർ. എനിക്ക് പോകേണ്ടത് ലെഫ്റ്റാണ്, 640 മസ്കറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഞാൻ ഇന്നലെ എൻ്റെ സലാല ട്രിപ്പ് കഴിഞ്ഞ് ഇന്നലെ രാത്രി എത്തി. അതുകൊണ്ട് ഞാൻ സൈനിങ് ഓഫ് ഇന്നലെ രാത്രി പറയാൻ പറ്റില്ല, ഒരുപാട് ലേറ്റായിട്ട് എത്തി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സലാല ട്രിപ്പ് ഇന്നലത്തോടു കൂടി അവസാനിച്ചു. ഇപ്പോൾ ഞാൻ വർക്കൗട്ടിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ കൂടെ വൈഫുണ്ട്. എവിടെ ഹായ് പറഞ്ഞാൽ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ വർക്കൗട്ട് പോകാറുണ്ട് ഇല്ലേ, കിട്ടുന്ന സമയത്തൊക്കെ പോകും. ഓക്കെ, അപ്പോൾ കാണാം നെക്സ്റ്റ് വീഡിയോ.